എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് രേവതി പൂക്കട രാവിലെ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രേവതിക്ക് അറിയാവുന്ന ഒരു ചേച്ചി പൂ മേടിക്കാനായിട്ട് വരുവാണ്. അങ്ങനെ 2 മുഴം പൂവെന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് രേവതി ചോദിച്ചു, ഇതെന്താ 2 മുഴം മതിയോന്ന് ചോദിക്കുക. അതെ, ഫോട്ടോയിൽ ഇടാൻ ഉള്ളതെന്ന് പറയണം, പൂജാമുറിയില് ഇടം വെക്കാനുള്ള പൂവാന്ന് പറയണം. ഓ അത് ശരിയാ, പിന്നെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് എന്ന് രേവതിയോട് ചോദിച്ചപ്പോ രേവതി പറഞ്ഞു, കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ പോണെന്ന് പറയണം. അങ്ങനെ അവര് പൂ മേടിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം രേവതി പൂ കെട്ടാൻ തുടങ്ങി. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ശ്രുതിയുടെ വരവ്. ശ്രുതി വന്നിട്ട് പറഞ്ഞു, അല്ല രേവതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും ചോദിക്കുക. ഇല്ല, സാമ്പാറും ചമ്മന്തിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനിയിപ്പൊ ദോശ ഉണ്ടാക്കിയാൽ മാത്രം മതി, അതിപ്പോ കഴിക്കാൻ സമയമാകുമ്പം ചൂടോടെ ഉണ്ടാക്കിയാൽ മതിയല്ലോ ശ്രുതി എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, അതെ എനിക്കും ശ്രുതിക്കും വേണ്ട കേട്ടോ എന്ന് പറയണം. അതെന്താ നിനക്ക് 2 പേർക്കും വേണ്ടാത്തേ? നിനക്ക് 2 പേർക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ, അതോ നിങ്ങൾ പുറത്തെവിടെയെങ്കിലും പോവാണോ, പുറത്തുനിന്ന് കഴിക്കുകയാണെന്ന് ചോദിക്കും. അതെ, ഇനി മുതല് ഞങ്ങൾക്ക് വേണ്ടി നീ ഉണ്ടാക്കണ്ടെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. രേവതിക്കൊന്നും മനസ്സിലായില്ല, എന്താ ഇവള് ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ ഒരു നിമിഷം രേവതി ആലോചിച്ചു. എന്തേലും ആട്ടെ എന്ന് കരുതിയിട്ട് രേവതി ഒന്നും മിണ്ടാനും പോയില്ല. പിന്നീട് ശ്രുതി വീട്ടിലേക്ക് ചെല്ലുക. വീട്ടിലേക്ക് എന്നിട്ട് ബാഗിനകത്തുനിന്ന് ഒരു കവർ എടുത്ത ഡൈനിങ് ടേബിളിലേക്ക് വെച്ചിട്ട് അകത്തേക്ക് കയറി ചെന്നു. അപ്പം ശ്രുതി ബാത്റൂമിലായിരുന്നു. അങ്ങനെ ശ്രുതി വരാൻ കാത്തിരുന്ന് ശ്രുതി ഇറങ്ങി വന്നപ്പോഴത്തേനും പറഞ്ഞു, അതെ ശ്രുതിക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയണ. സർപ്രൈസ് എന്താ? അതൊക്കെ ഉണ്ട്, വാ എന്ന് പറയണ. കാര്യം എന്താന്ന് പറ, അതൊക്കെ വരുമ്പം കാണിച്ചു തരാന്ന് പറയണം. ഈ സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഡൈനിങ് ടേബിളിൽ പൊതിയിരിക്കുന്നു. ഇതെന്താ, പുറത്തുനിന്നാണോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചേ? ഓ ചിലപ്പോ ഇന്നും മിക്കവാറും രേവതിക്ക് ഫുഡ് ഉണ്ടാക്കാണ്ട് സമയം കിട്ടി കാണത്തില്ല, അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചായിരിക്കും എന്ന് കരുതിയിട്ട് സച്ചി എന്ത് ചെയ്യുവാണ്, അവിടെ ഇരുന്നിട്ട് തുറന്നു നോക്കിയപ്പോ മസാല ദോശ, ആഹാ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, നല്ലൊരു ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നി. എവിടെ നിന്നാണോ എന്തോ മേടിച്ചേ. പിന്നീട് സച്ചി അവിടെ ഇരുന്ന് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. സച്ചിക്ക് അറിയത്തില്ല അത് ശ്രുതി വാങ്ങിക്കൊണ്ട് വന്ന കാര്യം എന്നൊക്കെ. ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന കണ്ടപ്പം സച്ചി എടുത്തു കഴിച്ചു. തനിക്ക് ചിലപ്പോ രേവതി വാങ്ങിച്ചുകൊണ്ട് വെച്ചായിരിക്കും, കാരണം രേവതിക്ക് ഫുഡ് ഉണ്ടാക്കാൻ സമയം തികയാത്തോണ്ട്. സച്ചി അവിടെ അന്തസ്സോടെ ഇരുന്ന് കഴിക്കുകയാണ്. ആ സമയത്താണ് കഥ തുറന്ന് ശ്രുതിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നേ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ശ്രുതി നോക്കിക്കഴിഞ്ഞപ്പോ സച്ചി ഇരുന്ന് മസാല ദോശ ഇരുന്ന് കഴിക്കുകയാണ്. ഈ കാഴ്ച കണ്ടപ്പോ ശ്രുതി ചോദിച്ചു, ഈ കാഴ്ച കാണാനാണോ എന്നെ വിളിച്ചോണ്ട് വന്ന ശ്രുതിന്ന് ശ്രുതി ചോദിക്കുക. പെട്ടെന്ന് ശ്രുതിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു. രേവതി വന്നപ്പോ സച്ചി ഇരുന്ന് കഴിക്കുവാണ്. ആ സമയം രേവതി ചോദിച്ചു, അല്ല ഇതെന്താ സച്ചിയേട്ടാ? ഓ എന്നാലും ഇന്ന് നിനക്ക് പുറത്തുനിന്ന് ഫുഡ് മേടിക്കാൻ തോന്നിയില്ലെന്ന് പറയണ. അതെന്താ? അതുകൊണ്ട് എനിക്ക് ഇത്ര ടേസ്റ്റോടു കൂടി മസാല ദോശ കഴിക്കാൻ പറ്റിയില്ലെന്ന് ചോദിക്കാം. എന്തൊക്കെയാ സച്ചേട്ടൻ പറയണെന്ന് ചോദിക്കാം. സച്ചേട്ടാ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലെന്ന് പറയണ. ഞാൻ ഉണ്ടാക്കിയതല്ലേ, പിന്നെ ആരുണ്ടാക്കിയതാ? അത് പിന്നെ ഇത് ശ്രുതി പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് വന്നാന്ന് പറയണ. ഇത് കേട്ടതും സച്ചി പറഞ്ഞു, ആഹാ കൊള്ളാലോ, എന്താണെങ്കിലും ആരാണെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇത് കഴിക്കണം. ഇത് കേട്ടപ്പം ശ്രുതിയോട് ചോദിച്ചു, അല്ല നീയാണത് വാങ്ങിച്ചെന്ന് ചോദിക്കണം. അതേന്ന് പറയണ. ഇന്നലെ ശ്രുതി പറഞ്ഞില്ലേ രാത്രി ഉറക്കത്തിരുന്ന് മസാല ദോശയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന് വെച്ചാന്ന് പറയണം. ഈ സമയം ശ്രുതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ശ്രുതി പറഞ്ഞു, എടാ നിനക്ക് എന്ത് അന്തസ്സുണ്ടെന്ന് ചോദിക്കണം. ഒരു നിമിഷം സച്ചി ഞെട്ടിപ്പോയി. സച്ചി തിരിഞ്ഞു നോക്കി, എന്താ കാര്യം? അത് പിന്നെ എന്റെ ഭാര്യ എനിക്ക് വേണ്ടി മേടിച്ചോണ്ട് വന്ന സാധനം നിന്നോട് ആരും എടുത്ത് കഴിക്കാൻ പറഞ്ഞെന്ന് ചോദിക്കാം. ഒച്ചപ്പാടും ബഹളം കൊണ്ട് രവീന്ദ്രനും ചന്ദ്രമതിയൊക്കെ അങ്ങോട്ട് വരുവാണ്. ചന്ദ്രമതി പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഇവിടെ നാണമുണ്ടോ? മറ്റൊരാൾക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനം ഇവനെടുത്ത് കഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. ഈ സമയത്ത് സച്ചി പറഞ്ഞു, പിന്നെ ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോ ഞാൻ നോക്കിയില്ല, ഞാൻ എടുത്ത് കഴിച്ചെന്ന് പറയണം. ആ സമയം ശ്രുതി പറഞ്ഞു, സച്ചിക്ക് ടേബിൾ മാനേഴ്സ് എന്ന് പറയുന്ന കാര്യമുണ്ടോ? അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നു ഇപ്പൊ ഇതെടുത്ത് കഴിക്കുമായിരുന്നോ? ആരാണ്ട് വാങ്ങിച്ചോണ്ട് വന്ന സാധനം എടുത്ത് വെട്ടി വിഴുങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും. അത്ര സമയം രേവതി മിണ്ടിയില്ല. അത് കേട്ടപ്പൻ രേവതിക്ക് മിണ്ടായിരിക്കാൻ പറ്റുമോ? രേവതി ചോദിച്ചു, ശ്രുതി നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കും. അതെ ഇങ്ങനെ എന്തേലും ഉണ്ടെങ്കിലേ അത് വേണമെങ്കിൽ മുറി കൊണ്ടേ വെക്കണം, അല്ലാതെ ഇവിടെ പബ്ലിക്കായിട്ട് വെക്കുവല്ല ചെയ്യേണ്ടതെന്ന് പറയണം. പിന്നെ സച്ചേട്ടൻ അങ്ങനെ ആരുടെ ഒന്നും ഇതുവരെയായിട്ട് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇത് ഫുഡാണ്, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനഃപൂർവ്വം ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കരുതെന്ന് പറയാം. ഇപ്പൊ ആരാണെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡിന് മാത്രം കണക്ക് പറയില്ലെന്ന് പറയണം. അപ്പോഴേക്കും വർഷയും ശ്രീകാന്തും ഒക്കെ അങ്ങോട്ടേക്ക് വന്നു. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്തിനാ അവളെ ചീത്ത പറയുന്നേ? ഓഹോ അപ്പൊ അവളെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലല്ലേ സച്ചി ചോദിക്കുക. നീ ഒരക്ഷരം മിണ്ടി പോയക്കരുത്, നീ കാരണം ഈ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയണ. ഈ സമയം രേവതി പറഞ്ഞു, ശ്രുതിക്ക് അത് പറയേണ്ട കാര്യമുണ്ടോ ടേബിൾ മാനേഴ്സിനെ കുറിച്ചൊക്കെ? അതെന്തിനാ അങ്ങനെ പറയണേ? ഒരു വീട്ടിലെ ആൾക്കാരിലെ എല്ലാരും
ഇപ്പൊ ഒരു ഫുഡ് എടുത്ത് കഴിച്ചെന്ന് ഓർത്തോണ്ട് അത് കഴിച്ചു, അത് അറിയാതെ ചെയ്തു പോയ കാര്യമാ. പിന്നെ അതിന്റെ പേരിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. ആ സമയം ശ്രുതി പറഞ്ഞു, അവൻ അങ്ങനെ ചെയ്യാൻ കൊള്ളാവോ? അവനൊരു നാണമില്ലാതെ എടുത്ത് കഴിച്ചിരിക്കുന്നു എന്ന് പറയണം. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, ശ്രുതി നീ ഒരു കാര്യം വിചാരിക്കണം, വെറുതെ അവനെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ ചന്ദ്രമതി, രവിയേട്ട സച്ചിയുടെ ഭാഗത്താണ് നിൽക്കുന്നേ, അത് പിന്നെ തെറ്റല്ലേ അവൻ കാണിച്ചെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, നീ എന്താ ചന്ദ്ര ഇങ്ങനെ പറയണേ? പിന്നെ പറയാതെ ചന്ദ്രേ, ഇത്ര ആൾക്കാരുള്ള വീട്ടിലേക്ക് ഇങ്ങനെ തനിച്ച് ഫുഡ് മേടിച്ചോണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. ഓഹോ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇന്നാള് സച്ചി എന്താ ചെയ്തേ? ഈ പറയുന്ന രേവതിക്ക് വേണ്ടിയിട്ട് തന്തൂരി ചിക്കനൊക്കെ വാങ്ങിച്ചോണ്ട് വന്നില്ലേ, എന്നിട്ടോ അവൾക്ക് തന്നെ കൊണ്ട് കൊടുക്കല്ലേ ചെയ്തേന്ന് ചോദിക്കും. അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യല് നീ. കാരണം എന്താന്ന് വെച്ചാ അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് എല്ലാവർക്കും ഉള്ള ഫുഡ്, എല്ലാവർക്കും ഇഷ്ടത്തിലുള്ള ഫുഡ് എല്ലാം രേവതി ഉണ്ടാക്കി. പക്ഷെ അവളുടെ ഇഷ്ടം മാത്രം ആരും ചോദിച്ചില്ല. അവൾക്ക് എന്ത് വേണം, അവളുടെ ഇഷ്ടം എന്താന്ന് ചോദിക്കുക ഒന്നും ചെയ്തില്ല. അപ്പൊ അതിന് വാശിയെന്നാണ് സച്ചി ചെയ്തേ. എല്ലാരും ചിക്കനും മീനും എല്ലാം കഴിച്ചു, പക്ഷെ രേവതിയുടെ ഇഷ്ടം മാത്രം നോക്കിയില്ല. അതുകൊണ്ട് അതിന്റെ വാശിക്ക് ചെയ്തല്ലേ അവന്. പക്ഷെ ഇന്ന് അങ്ങനെയാണോന്ന് ചോദിക്കുക. പിന്നെ സുധിയോടായിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു ഫുഡിന്റെ പേരിലൂടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം ശ്രുതിയോടായിട്ട് പറഞ്ഞു, മോളെ ഒരു കാര്യം ഞാൻ പറയാം, ഇത്ര അംഗങ്ങളുള്ള വീടാ, ഇവിടെ വാങ്ങിച്ചോണ്ട് വരുവാണെങ്കിൽ ഒന്നെങ്കിൽ മുറി കൊണ്ട വെച്ച് കഴിച്ചോണം. ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കും എന്താണെന്നും അറിയത്തില്ല, വരുന്നവര് ചിലപ്പോൾ എടുത്ത് കഴിച്ചെന്നിരിക്കും. അന്ന് പിന്നെ സച്ചി അവന്റെ ഭാര്യനെയും വിളിച്ചോണ്ട് മുറിയിൽ പോയി കഴിക്കുകയോ ചെയ്തേ, പബ്ലിക്കായിട്ട് വന്നിരുന്ന് കഴിച്ചില്ല. പിന്നെ ഇങ്ങനെ കൊണ്ടേ വെച്ചാൽ ആരുടെ എന്താ ഏതാണെന്നും ആർക്കും അറിയത്തില്ല. അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയണം. ചന്ദ്ര പറഞ്ഞു, സച്ചിക്ക് പിന്നെ എന്തിനും ഏതിനും ന്യായം ഉണ്ടാവുമല്ലോ, രവിയേട്ടൻ അതിനൊപ്പം തുള്ളാനായിട്ട് നിൽക്കുമെന്ന് പറയണം. ഞാൻ തുള്ളിയതല്ല, ഉള്ള കാര്യം പറഞ്ഞാന്ന് പറയും. ഈ സമയം അങ്ങോട്ട് വർഷ പറഞ്ഞു, ഇനിയിപ്പൊ ആ മസാല ദോശയുടെ പ്രശ്നം വിട്, ഞാനേ എല്ലാവർക്കും മസാല ദോശ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയണം. ഇപ്പൊ തന്നെ മസാല ദോശ വരും. ഈ സമയം രേവതി പറഞ്ഞു, അല്ല അത് പിന്നെ വർഷേ അതിന്റെ കാര്യമുണ്ടോ? അതെ ഇപ്പൊ ഇഡ്ഡലിയോ ദോശ എന്ത് വേണം ഞാൻ ഉണ്ടാക്കാന്ന് പറയണം. വേണ്ട, ഇപ്പൊ ആണെങ്കില് രേവതി ചേച്ചി കടയിൽ തിരക്കുള്ള സമയല്ലേ, രേവതി ചേച്ചി കടയിൽ പോയി മാലയ്ക്ക് എടുത്ത് കൊടുക്കണ്ടല്ലേ. ഇപ്പൊ തന്നെ മസാല ദോശ വരും, അത് കഴിച്ചാൽ തീരുന്ന പ്രശ്നം ഇതുള്ളെന്ന് പറയണം. ഇനി അതിന്റെ പേരില് ഒരു പ്രശ്നം ഈ കുടുംബത്തിൽ വേണ്ടാന്ന് പറയാം. വെറുതെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കിടന്ന് വായിട്ടലിക്കുന്നേ എന്ന് ചോദിച്ചിട്ട് വർഷം അങ്ങോട്ടേക്ക് കയറിപ്പോവാണ്. ആ സമയം ശ്രുതിക്ക് പിന്നെ ദേഷ്യം അടങ്ങുന്നില്ല. ശ്രുതി പറഞ്ഞു, എന്നിട്ട് നിൽക്കുന്ന ഇപ്പൊ കണ്ടില്ല അവൻ കഴിച്ചിട്ട്. ഈ സമയം സച്ചി പറഞ്ഞു, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ആ മസാല ദോശയ്ക്കെന്ന് പറയണം. പിന്നീട് രേവതിയോട് പറഞ്ഞു, രേവതി ഒരു കാര്യം ചെയ്യേ, ഒരു മസാല ദോശ അവന്റെ അടുത്ത് കഴിച്ചല്ലോ, അതിന്റെ പൈസ എന്ന് പറഞ്ഞപ്പോ തന്നെ ശ്രുതി പറഞ്ഞു, പൈസ എങ്ങനെ തന്നേക്കാൻ പറയണ, പൈസ തരുന്നില്ലടാ, അവനോർത്തോണ്ടുന്ന പൈസ കൊടുക്കുന്ന പൈസ അങ്ങനെ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീയേ പാർക്കിൽ പോയി എന്നും കിടന്ന് ഉറങ്ങുമല്ലായിരുന്നോ? ആ സമയത്ത് നിനക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കെട്ടി തന്നിരുന്ന ആരാ? എന്റെ ഭാര്യ അല്ലായിരുന്നോ? അപ്പൊ ആ കണക്കിൽ അങ്ങോട്ട് ഉൾപ്പെടുത്തിയാൽ മതി എന്ന് പറയണം. നിനക്ക് കുറെ വെച്ച് വിളമ്പിയതല്ലേന്ന് ചോദിക്കുകയാണ് എന്നും പറഞ്ഞ് സച്ചി അങ്ങോട്ട് പോയി കഴിയുമ്പത്തിനും മുഖത്തടി ഏറ്റ പോലെ ശ്രുതി നിൽക്കുകയാണ്. എന്തേലും പറയാൻ പറ്റുമോ? ഒരു മസാല ദോശയുടെ പ്രശ്നമാണെന്ന് ഓർത്തോണം. പിന്നീട് എല്ലാരും അങ്ങോട്ട് പോവാണ്. ചന്ദ്രമതിക്കാണെങ്കിൽ അങ്ങോട്ട് സഹിച്ചില്ല, വല്ലാത്ത ദേഷ്യമായിപ്പോയി. പിന്നീട് ചന്ദ്രമതി ഭാമനെ കാണാനും പോവാണ്. അങ്ങനെ ചന്ദ്രമതിയും ഭാമയും കൂടെ ടൗണിൽ കൂടെ നടക്കുവാണ്. നടന്നു പോകുന്ന വഴിക്ക് വീട്ടിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും ഭാമയോട് പറയണം. എന്റെ ഭാമയെ എന്ത് ചെയ്യാനാന്ന് പറ, ഞാൻ പ്രശ്നങ്ങളുടെ നടുവില, ഒന്നിനും ഏത് ഒന്നായിട്ട് ഓരോ ദിവസം പ്രശ്നങ്ങളാന്ന് പറയണം. എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണോ ചന്ദ്ര വീട്ടിൽ നിന്ന് ചോദിക്കും. അല്ല പിന്നെ, ഇതൊക്കെ കേട്ടിട്ട് എന്റെ തല തന്നെ പെരുക്കുന്നുണ്ടെന്ന് പറയാം. എല്ലാത്തിനും കാരണം ആ സച്ചിയ, അവനെ ആ വീട്ടിൽ നിന്ന് ഓടിക്കുവാണെങ്കിൽ പകുതി സമാധാനം കിട്ടും ഭാമയെന്ന് പറയണം. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സച്ചി പോയ പ്രശ്നങ്ങൾ തീരും നിന്നോടാരാ പറഞ്ഞേ? അല്ല അവനല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നേ, ബാക്കി ആരെ കൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ശ്രുതി ജോലിക്ക് പോകുന്നുണ്ട്, ശ്രുതി വർഷ ശ്രീകാന്തും എല്ലാരും ജോലിക്ക് പോകുന്നുണ്ട്. ആ സച്ചി ആ വീട്ടിൽ നിന്ന് മാറുവാണെങ്കിൽ ആ കുടുംബത്തിന്റെ ഐശ്വര്യം കിട്ടും. അല്ലെങ്കിൽ തന്നെ അവൻ കാണിച്ചു വെച്ചിരിക്കുന്ന പരിപാടി കണ്ടില്ലേ, വീടിന്റെ ഫ്രണ്ടിൽ തന്നെ അവൾക്ക് വേണ്ടി ഒരു പൂക്കട ഇട്ട് കൊടുത്തിരിക്കുന്നു. അവൻ ഇത് എന്തിന്റെ കേടാന്ന് മാത്രം എനിക്ക് മനസ്സിലാകത്തെ. ഇത് കേട്ടപ്പം ഭാമ പറഞ്ഞു, അതൊരു നല്ല കാര്യമല്ലേ ചന്ദ്രേന്ന് ചോദിക്കാം. നല്ല കാര്യം, നിനക്ക് നല്ല കാര്യമായിരിക്കും, പക്ഷെ എനിക്ക് അത്ര നല്ല കാര്യമായിട്ടൊന്നും തോന്നില്ല എന്ന് പറയാം. അതിന്റെ വല്ല ആവശ്യമുണ്ടോ? എത്രയും പെട്ടെന്ന് അവറ്റകളെ ആ വീട്ടിൽ നിന്ന് ഓടിച്ചാലോ ആ കുടുംബത്തിനൊരു സമാധാനം വരുവുള്ളെന്ന് പറയാണ്. ആ സമയം ഭാമ പറഞ്ഞു, അതൊക്കെ ശരിയാ, രാവിലെ നീ വിളിച്ച് കാണണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ രാവിലെ ഫുഡ് പോലും കഴിക്കാതെ ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറയണം. ആ സമയം ചന്ദ്ര പറഞ്ഞു, നീ എന്റെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ആദ്യം വയറ്റിലേക്ക് എന്തെങ്കിലും ചെന്നാലേ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് പോയിരുന്നു സംസാരിക്കാം, ഫുഡ് കഴിച്ചോണ്ട് സംസാരിക്കാം. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ അവർ നടന്നു വരുന്നൊരു ഹോട്ടലിന് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. ഭാമ പറഞ്ഞു, ഇത് അടിപൊളി റെസ്റ്റോറന്റാ, നമുക്ക് ഇവിടെ കയറാന്ന് പറയണം, ഇവിടുത്തെ ഫുഡൊക്കെ സൂപ്പറാ.
ഈ സമയം ചന്ദ്ര പറഞ്ഞു, നിനക്ക് പിന്നെ ഏത് റെസ്റ്റോറന്റ് അറിയത്തില്ലാത്ത, എവിടുത്തെ ഫുഡ് ഇഷ്ടമില്ലാത്ത, ഉള്ള കടകളിലെ കൂടെ എല്ലാ ഫുഡിന്റെ കാര്യം പേരും എല്ലാം അറിയാം. അതിങ്ങനെ കടയിൽ നിന്നുള്ള ഫുഡ് കഴിച്ചങ്ങോട്ട് ശീലിച്ചു പോയെന്നൊക്കെ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ കടയിലേക്ക് കയറി വരിക. ഈ സമയം സുധി ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റ് ആയിരുന്നത്. സുധി ഇങ്ങനെ ഓർഡർ എടുത്തിട്ട് നോക്കണം, ഈ മനുഷ്യർ ഇത് എന്തൂരാ കഴിക്കുന്നത്, ഒരു മനുഷ്യൻ ഇത്രയൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റുമോ? ഓ, സമ്മതിച്ചു കൊടുത്തേക്കുന്നു എന്റെ ഭഗവാനെ. അങ്ങനെയൊക്കെ ഓർഡർ എടുത്തിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ചന്ദ്രയുടെയും ഭാമയുടെയും കൂടെ വരവ്. അവരെങ്ങനെ അകത്തേക്ക് കയറി വരിക. ഈ സമയം സുധി ഒന്ന് നോക്കി, അമ്മയാണല്ലോ വരുന്നത്, അമ്മയും ഭാമ ആന്റി രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ. അയ്യോ അമ്മയെന്ന് പറഞ്ഞ് ഓടിച്ചെല്ലാൻ തുടങ്ങിയപ്പോ സുധി പെട്ടെന്ന് കൊടുത്തു, ദൈവമേ തനിക്ക് ഈ ജോലിയാന്നുള്ള കാര്യം അമ്മയ്ക്കൊന്നും അറിയത്തില്ല. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? പെട്ടെന്ന് സുധി ആ ബാത്റൂമിന്റെ ഭാഗത്തേക്ക് പോവാണ്. ആ കയ്യെ കഴുകുന്നതിന്റെ അങ്ങോട്ടേക്ക് മാറി പോവാണ്. ദൈവമേ, അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? ആകെപ്പാടെ പെട്ടുപോയല്ലോ എന്നൊരു ഇതായിരുന്നു. ഇപ്പൊ തന്നെ ഓർഡർ എടുക്കാണ്ട് മിക്കവാറും മുതലാളി വിളിക്കുകയും ചെയ്യും. അങ്ങനെ ഭാമയും ചന്ദ്രയും കൂടെ പോയി ഒരു ടേബിളിൽ ഇരിക്കുകയാണ്. അപ്പൊ ഓർഡർ എടുക്കാനായിട്ട് ആരും വന്നില്ല. അപ്പോഴേക്കും മാനേജർ എന്നോട് വന്നു, എന്താ എന്ന് ചോദിക്കുകയാണ്. കഴിക്കാനായിട്ട് ഓർഡർ എടുക്കുന്നേ ഇപ്പൊ തന്നെ വരും, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയണം. എന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, ഇവിടെ ഉള്ളവന്മാരൊക്കെ എന്ത് ചെയ്യാൻ പോയി ഓർഡർ എടുക്കാൻ പറയണം. പക്ഷെങ്കിൽ ആരും അങ്ങോട്ടേക്ക് ചെന്നില്ല. ഈ സമയം ഭാമ പറഞ്ഞു, ഇത് എന്ത് പറ്റി, ഇവരൊന്നും ഇവിടെ ഇല്ലേ പോലും, എത്ര സമയം വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയണം. സുധിയാണെങ്കിൽ ആ പടം ഞെട്ടിവരച്ച് നിൽക്കുമോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കുമാണ് അവിടുന്ന് അങ്ങോട്ട് സുധിയുടെ കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നത്. സുധിയുടെ കൂട്ടുകാരനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുധി പറഞ്ഞു, അതെ ഒരു ബാൻ ചെയ്യാൻ തരാമെന്ന് ചോദിക്കുക. എന്ത്? അതെ ആ ടേബിളിൽ ഇരിക്കുന്ന അവർക്കൊന്ന് ഓർഡർ എടുക്കാമെന്ന് ചോദിക്കാം. ഓർഡർ എടുക്കാനാ? ഞാനാ? പിന്നെ എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയാം. പ്ലീസ് അങ്ങനെ പറയരുത്, ഒരു കാര്യം ചെയ്യാം, തങ്ങളുടെ 2 ഓർഡർ ഞാൻ വേണം ചെയ്തോളാന്ന് പറയാണ്. പിന്നെ കാല് വാരില്ല. അല്ല ഇപ്പം അവരുടെ മുന്നിലേക്ക് എന്നാ പ്രശ്നം ഇരിക്കുന്നത്? അതെ അറിയാവുന്നവരമ്പിച്ച നല്ല കാര്യല്ലേ, അവരെ കൊണ്ട് കുറച്ച് കൂടുതൽ ഫുഡൊക്കെ മേടിപ്പിക്കാൻ മേലേ, അപ്പൊ നമുക്ക് ക്യാഷ് കൂടുതൽ കിട്ടത്തില്ലെന്ന് ചോദിക്കാം. അത് പറ്റില്ല, അവർക്ക് അറിയത്തില്ല എന്റെ ഈ ജോലിയാന്നുള്ള കാര്യം. അപ്പൊ കള്ളത്തരം അല്ലേന്ന് ചോദിക്കാണ്. അതെ ഒന്ന് പോയി ഒന്ന് ഓർഡർ എടുക്കാൻ പറയാണ്. അങ്ങനെ അയാളെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. അയാൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭാമ ദേഷ്യപ്പെട്ടു, എത്ര സമയം ഇവിടെ വന്നിരിക്കണേന്ന് ചോദിക്കാം. സോറി മാഡം എന്ന് പറയണം. പിന്നെ 2 സെറ്റ് പൂരി പറയണം. ഈ സമയത്ത് ചന്ദ്ര പറഞ്ഞു, എനിക്ക് പൂരി വേണ്ടെന്ന് പറയാം, പിന്നെയോ എനിക്ക് ദോശ മതി എന്ന് പറയണം. അങ്ങനെ ദോശയും പൂരിയും പിന്നെ ഭാമ ചായയൊക്കെ പറഞ്ഞു. അപ്പൊ ചായ പറഞ്ഞപ്പോ ഭാമ പറഞ്ഞു, ഒരു ചായക്കകത്ത് പഞ്ചസാര കുറച്ചിട്ടാ മതി കിട്ടുമെന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞു പോയി. ആ സമയം ചന്ദ്രമതി ചോദിച്ചു, അല്ല മാമേ നിനക്കെന്ത് പറ്റി, ഷുഗർ വല്ലതും പിടിച്ചോ? പഞ്ചസാര കുറച്ച് മതി എന്ന് പറഞ്ഞ്. അതെ എനിക്കല്ല നിനക്കാന്ന് പറയണ. എനിക്കതിന് ഷുഗറൊന്നുമില്ല. എടി നിനക്ക് വീട്ടിൽ 100 കൂട്ടം പ്രശ്നങ്ങളല്ലേ, ഇങ്ങനെ പ്രശ്നം കൂടെ കൂടി കഴിയുമ്പോഴത്തേനും പ്രഷറൊക്കെ ആവും, പ്രഷർ ഷുഗറൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ നേരത്തെ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, അതുകൊണ്ടാന്ന് പറയണം. നീ കൊള്ളാലോ ആളെന്ന് പറയണം. ആ സമയം സുധി ആകപ്പാടെ പെട്ട് നിൽക്കുകയാണ്. അപ്പൊ അടുത്ത ആളും കൂടി ടേബിളിൽ വന്നിരുന്നു. അപ്പൊ അവിടേക്ക് ഓർഡർ എടുക്കണം. ദൈവമേ ഇവരുടെ മുന്നിലേക്ക് എങ്ങനെ പോകും? അപ്പോഴേക്കും അവിടെ നിന്ന് മാനേജർ വിളിക്കണം, ഇതേ സുധി എന്തിയേ, ഇവനൊക്കിത് എവിടെ പോയി കിടക്കുക, വന്ന് ഓർഡർ എടുക്കാൻ പറയണം. സുധി എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ചന്ദ്രയൊന്ന് നോക്കി. പെട്ടെന്ന് ഭാമിയോട് പറഞ്ഞു, എന്റെ മോൻ സുധിയുടെ പേരാണല്ലോ വിളിക്കുന്നത്, എന്റെ മോന്റെ പേരുള്ളോ അവന്മാരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ? അവന്മാർക്കൊന്നും ഒരു ഇതും ഇല്ലല്ലോ, എന്റെ മോനെ പോലെ ഒന്നും അല്ല, ഒന്നിനൊരു തകൃതി ഇല്ലെന്ന് തോന്നേ, കണ്ടില്ലേ ഭയങ്കര ഉദാസീനതയാന്ന് തോന്നേ, ഇത്ര സമയമായിട്ട് ആ ടേബിളിൽ ഓർഡർ എടുക്കാൻ വന്നോന്ന് ഒക്കെ പറയണം. ഭാമ പറഞ്ഞു, നീ ആള് കൊള്ളാലോ എന്ന് പറയണം. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, ദൈവമേ എന്റെ മോൻ സുധി അവൻ നേരാമണ്ണം ഫുഡ് പോലും കഴിക്കാതെ പോയേക്കെന്ന് പറയണ. അതെന്താ അങ്ങനെ? ഓ ഒന്നും പറയണ്ട, രാവിലെ ആ രേവതിയാണെ പൂരിയൊക്കെ ഉണ്ടാക്കും, അവന് പൂരി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കില് ശ്രുതി കഴിക്കാനായിട്ട് സമ്മതിക്കില്ല, പൂരി കഴിച്ചിട്ടുണ്ട കൊളസ്ട്രോൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരു പക്ഷെ അവൻ നേരത്തെ വരുവാണെങ്കിൽ അവന് 2 പൂരി വാങ്ങിച്ചോണ്ട് കൊടുക്കാം. അങ്ങനെയാണ് അവനെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യാണ്, ചന്ദ്ര ഫോൺ എടുത്ത് സുധീനെ വിളിക്കുവാണ്. ഈ സമയത്ത് സുധി എന്ത് ചെയ്യുവാണ്, ഓർഡർ എടുക്കണമല്ലോ, ഓർഡർ എടുക്കാണ്ട് ആ ടേബിളിൽ അങ്ങോട്ടേക്ക് വരുക. അപ്പൊ ഒരു മാസ്ക് ഒക്കെ വെച്ചു, ഒരു കാരണവശാലും അമ്മ കാണില്ലേ. അപ്പൊ അവരുടെ ഓപ്പോസിറ്റ് ഒരു ടേബിളിലേക്കാണ് ഓർഡർ എടുക്കാൻ വരുന്നത്. അങ്ങനെ കണ്ണടയൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് പൊക്കിയൊക്കെ വെച്ച് മാസ്ക് ഒക്കെ വെച്ച് അവൾ ഓർഡർ എടുക്കുവാണ്. ആ സമയത്താണ് സുധിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിയപ്പോ അമ്മയെ വിളിക്കുന്നത്. പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. ദൈവമേ എന്ത് ചെയ്യേണ്ട തരത്തിൽ അമ്മയാണല്ലോ വിളിക്കുന്നത്. തൊട്ടടുത്ത് അമ്മയുണ്ട്. എങ്ങാനും പിടിക്കപ്പെട്ട അതോടുകൂടി തീർന്ന കാര്യം, തന്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്നോർത്തോട് നെഞ്ചിരിപ്പോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഓർഡർ എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ കോൾ എടുക്കുവാണ്. എന്താ വിളിച്ചെന്ന് ചോദിക്കാം. അല്ല മോനിത് എന്തായിരുന്നു, എന്താ കോൾ എടുക്കാത്തെന്ന് ചോദിക്കാം. അത് പിന്നെ അമ്മ ഞാൻ ഓർഡർ എടുക്കുമായിരുന്നു പറയണം. ഓർഡറോ? അല്ലമ്മേ അത് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു, അതായിരുന്നു പറയണം. ഓ അങ്ങനെയാണല്ലേ. അല്ല എന്താ അമ്മ വിളിച്ചേ? അത് പിന്നെ മോൻ ഇന്ന് നേരത്തെ വരുമോ, മോൻ 2 പൂരി മേടിക്കട്ടെ എന്ന് കരുതി വിളിച്ചാന്ന് പറയണം. അതൊന്നും വേണ്ടമ്മേ, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയണം. അങ്ങനെ കോള് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുധിക്ക് ടെൻഷൻ, ഇനി താൻ അങ്ങോട്ടെങ്കിലും ചെല്ലും പിടിക്കപ്പെടുമോ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് സുധി ആ പാടെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മള്
നാളെ കാണുന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.